എറണാകുളം കൂത്താട്ടുകുളത്ത് നഗരസഭാ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ പ്രതിരോധം ശക്തമാക്കി സിപിഎം. കലാരാജുവുമായുള്ള സംഭാഷണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ സിപിഎം പുറത്തുവിട്ടു. കൂറുമാറാൻ കലാരാജുവിന് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തെന്നായിരുന്നു സിപിഎം ആരോപണം. കൂത്താട്ടുകുളത്തെ പ്രതിഷേധത്തിൽ എറണാകുളം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും അബിൻ വർക്കിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ UDF അംഗങ്ങൾക്കൊപ്പമെത്തിയ കലാരാജുവിനെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ച ശേഷം നടത്തിയ അനുനയ നീക്കത്തിനിടെയായിരുന്നു സംഭാഷണം. കാലുമാറാൻ UDF സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തെന്ന ആരോപണവും CPM ഉയർത്തിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി അന്വേഷിക്കാമെന്ന് UDF പറഞ്ഞതായി കലാരാജുവിന്റെ വെളിപ്പെടുത്തൽ. തന്റെ പ്രശ്നങ്ങൾ പാർട്ടി പരിഗണിച്ചില്ലെന്നും കലാരാജു പറഞ്ഞു വെക്കുന്നുണ്ട്. ചെറിയൊരു വാക്കിന് ചേച്ചി പോകേണ്ട കാര്യമില്ല. ആ ഒരു ചെറിയൊരു വാക്ക് പോലും വന്നില്ലല്ലോ ബാക്കി ഭാഗത്തു നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. കൂത്താട്ടുകുളത്തുണ്ടായത് കലാരാജുവിനെ കൂടെ കൂട്ടി ഭരണം പിടിക്കാൻ UDF നടത്തിയ കുതിരക്കച്ചവടത്തിന്റെ ഭാഗമാണെന്നായിരുന്നു CPM വാദം. വീട് കയറി വിശദീകരണം നടത്തുമെന്ന CPM ജില്ലാ സെക്രട്ടറി. രാഷ്ട്രീയമായ കുതിരക്കച്ചവടത്തിന് ആവശ്യമായ നീക്കമുണ്ടാക്കാൻ വേണ്ടി 1-2 ആഴ്ചക്കാലം പാടുപെട്ട് നടന്ന് ഉറക്കം വിളിച്ച് നടന്നിട്ട് ഇവരെ കൊണ്ട് തട്ടിക്കൊണ്ടുപോയതിനു ശേഷം വേറെ ഇവിടെ താമസിപ്പിച്ചിട്ട് തിരിച്ചു വന്നുകൊണ്ട് ഈ ശ്രമം പാളി പരാജയപ്പെട്ട് നാണം കെട്ടപ്പോഴുള്ള ജാള്യതയാണ്. തന്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന കലാരാജു ഇക്കാര്യത്തിൽ ഇന്ന് രഹസ്യമൊഴിയും നൽകും. കലാരാജുവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രധാന പ്രതികളിലേക്ക് എത്താനാണ് പോലീസ് നീക്കം. സ്റ്റേഷൻ ഉപരോധത്തിന്റെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് ഷിയാസിനും അബിൻ വർക്കിക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നഗരസഭാ അധ്യക്ഷയെ മർദ്ദിച്ചെന്ന കേസിൽ UDF പ്രവർത്തകരുടെ അറസ്റ്റും ഉടനുണ്ടാകും. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 ഇടുക്കി.